ഇത് ഒരു നാടിൻ്റെ കൈകോർക്കലാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആരും ആശ്രയമില്ലാത്ത പെൺകുട്ടിയെ നാടൊന്നായി ചേർത്ത് പിടിച്ചു. മകളായി കണ്ട് അവളെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുത്ത നിമിഷം. 2 വർഷം മുമ്പ് കാണാതായ അച്ഛനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി. ശേഷം വളരെ കഷ്ടപ്പെട്ട് മകളെ സംരക്ഷിച്ചു. അവളെ വിവാഹം കഴിച്ചു നൽകാൻ തീരുമാനിച്ചു. അതിനായുള്ള ഒരുക്കങ്ങൾക്കിടയിൽ അസുഖബാധിതയായ അമ്മയും മകളെ തനിച്ചാക്കി 2 മാസം മുമ്പ് പോയി. തീരാ ദുഃഖത്തിലേക്ക് ജീവിതം അവളെ എത്തിച്ചപ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ, പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ആ നാടൊന്നാകെ ഒരുമിച്ചു. കാട്ടാക്കട ഉറിയാക്കോട് ഗോവിന്ദം താന്നിമുട്ടിൽ പരേതനായ KG സന്തോഷ്, സോന വിജയൻ ദമ്പതികളുടെ മകൾ ശിഖായ സന്തോഷിന് അമ്മയ്ക്കും അച്ഛനും പകരമാവില്ല ആരും. എങ്കിലും അവളെ സഹോദരിയായി, മകളായി, കൂട്ടുകാരിയായി ഒക്കെ കണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദം മറന്ന് അവൾക്ക് തുണയായി. ഉറിയാക്കോട് ബുദ്ധഭൂമി ഹൗസ് നമ്പർ 91 ആകാശഭവനിൽ SR സുനിൽരാജ്, റീനാമോൾ ടിറ്റി ദമ്പതികളുടെ മകൻ ആകാശാണ് ഇന്ന് ഈ നാടിൻ്റെ മകൾക്ക് കൂട്ടായത്. രാവിലെ 10:30 കൊണ്ണിയൂർ ഭദ്രകാളി ദേവീക്ഷേത്ര ഊട്ടുപുരയിൽ വെച്ച് ആകാശ് മിന്നുകെട്ടി. MLA-മാരായ MR ബൈജു, V മുരളീധരൻ, G സ്റ്റീഫൻ, BJP നേതാവും നടനുമായ വിവേക് ഗോപൻ തുടങ്ങി രാഷ്ട്രീയ നേതാക്കളും സാമുദായിക സംഘടനാ നേതാക്കളും ഉൾപ്പെടെ നാടിൻ്റെ ആഘോഷത്തിൽ വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു. ഒരു മകൾക്ക് കൂട്ടായി, മകളായി കണ്ട് അവൾക്കൊരു ജീവിതം സമ്മാനിക്കാൻ ഒരു നാട് ഒന്നിച്ചു ചേർന്ന് സഹായവുമായി എത്തുമ്പോൾ ഈ നാട് ലോകമെങ്ങും മാതൃകയാണെന്ന് MR ബൈജുവും V മുരളീധരനും പറഞ്ഞു. പൊന്നും പുടവയും സദ്യയും എന്ന് വേണ്ട, നവദമ്പതികൾക്ക് സഞ്ചരിക്കാൻ സ്കൂട്ടറും തുടങ്ങി ഒരു മകൾക്ക് വേണ്ടതെല്ലാം വാർഡംഗം RS ലാലുവിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി. പ്രവാസിയായ നാട്ടുകാരൻ രവി അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. കൊണ്ണിയൂർ ഭദ്രകാളി ദേവീക്ഷേത്ര ഭാരവാഹികളും എല്ലാവരും ചേർന്ന് ശിഖയെ സുമംഗലിയാക്കി. തനിക്ക് 3 ആൺമക്കളാണുള്ളതെന്നും ശിഖ പൊന്നുമോളാണെന്നും കഴിഞ്ഞ ജന്മത്തിൽ തന്നെ മകളായിരുന്നിരിക്കാം, അതായിരിക്കാം ഇത്തവണയും അവളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റാനായതെന്നും സന്തോഷ കണ്ണുനീരോടെ രവി പറഞ്ഞു. വളരെ സന്തോഷവും ആശ്വാസവും ആകുന്ന ഒരു ശുഭദിനമാണെന്ന്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മോൾക്ക് അഭയം നൽകിയ രവിചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ മുന്നേ തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു നല്ല കാര്യം, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ആ ഒരു അവസരത്തിൽ ഈ മോളെ ചേർത്ത് പിടിച്ച് ആ മനസ്സിനും എൻ്റെ ഒരു നിറഞ്ഞ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. ഈ മോളെ ചേർത്ത് പിടിച്ച ഇവിടുത്തെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ നാട്ടുകാർ, പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ണിയൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ നിറഞ്ഞ സന്തോഷത്തോടു കൂടി അഭിനന്ദിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ രണ്ടുപേരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി നല്ലൊരു യാത്രയായിരിക്കട്ടെ ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് സത്യം പറഞ്ഞ ശിഖയുടെ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ ഇവിടുത്തെ നാട്ടുകാർ എനിക്ക് ഭയങ്കര സങ്കടോട് വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് 3 ആൺമക്കളാണ്, പെൺപിള്ളേരില്ല. കഴിഞ്ഞ ജന്മത്തിലെ മോളായിരിക്കും ഇത്, അതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ നടന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും പറയാനുള്ള, എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. ഈ ഒരു ഇരു മനസ്സുകളും ഒന്നാവുന്ന ഈ ഒരു സുവർണ നിമിഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുകൂല സാഹചര്യത്തിലും ഈ ഒരു നല്ല സന്ദർഭത്തിലും ഇവിടെ പങ്കുചേരാൻ സാധ്യതയായത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ദൈവത്തിൻ്റെ പ്രസാദവും സാന്നിധ്യമുള്ള ഈ ഒരു സന്നിധിയിൽ ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. അതോടൊപ്പം അച്ഛനെയും അമ്മയും ഒക്കെ പോലെ കൂടെ നിന്ന് രവിചേട്ടൻ എല്ലാവിധ ആശംസ. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനസ്സുള്ള ആൾക്കാർ വളരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ലൊരു രീതിയിൽ വിവാഹം നടത്താൻ സാധിച്ചതിലും അല്ലെങ്കിൽ ഒപ്പം നിന്ന നാട്ടുകാർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം മുന്നിലും പിന്നിൽ നിന്ന് ഈ ഒരു കല്യാണത്തിന് കൂടെ നിന്ന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ ഇനിയുള്ള വർഷക്കാലത്ത് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവട്ടെ. രണ്ടുപേരുടെയും വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ അവർ ഇരുവരും പങ്കുചേർന്ന് ഒരു നല്ല ഭാവി പടുത്തുയർത്താൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും കൂടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. എല്ലാവരുടെ നന്ദി. ഇത്രയും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല, ഇത്ര ഇതായിട്ട് നടത്തുമെന്ന്.
പ്രതീക്ഷയിലും അപ്പുറത്തായിട്ട് നടന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മാതൃകയാവേണ്ട ഒരു കാര്യമാണ്.